ഹലോ, ഇന്ന് എന്താണെന്നറിയോ ഉണ്ടാക്കാൻ പോകുന്നത്? കൂന്തൽ ഫ്രൈ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് രാവിലെ തന്നെ മാർക്കറ്റിൽ പോയപ്പം കുറച്ച് കൂന്തൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല നല്ല വൃത്തിയാണ്. കൂന്തൽ നന്നാക്കാൻ വേണ്ടിയിട്ട് നല്ല പണിയുണ്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നല്ലോണം വൃത്തിയാക്കിയതിൻ്റെ ഉള്ളിലത്തെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അത് വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് ചെറുതാക്കി അരിഞ്ഞിട്ടോ. ആദ്യം വൃത്തിയാക്കിയതിൻ്റെ ശേഷം അത് ഉപ്പിട്ടൊക്കെ കഴുകിയെടുക്കണേ. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട്. അപ്പം വെളുത്തുള്ളി ഇഞ്ചി ആദ്യം തന്നെ ഇട്ട് എന്തിനാന്ന് വെച്ചാൽ അതൊന്ന് നല്ലോണം ആവാൻ വേണ്ടിയിട്ടാണ്. നല്ലോണമൊന്നും ആയിട്ടില്ല, എന്നാലും ചെറിയ തോതിൽ. ഇന്നതിന് ശേഷമാണ് വലിയ ഉള്ളി ഇട്ടത്. വലിയ ഉള്ളി ഇടുന്നതിൻ്റെ ആദ്യം തന്നെ ഞാൻ ഇടാറുണ്ട് എല്ലാത്തിലും. നമ്മൾ ഈ ചിക്കനും പിന്നെ അതേപോലെ തന്നെ ചെമ്മീനില്ലേ, ചെമ്മീനും എല്ലാം ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് ഈ കൂന്തളും ഉണ്ടാക്കുക. ഫ്രൈ ആക്കുന്നതിൽ മൊത്തം ഈ കടിക്കുകയാണെങ്കിൽ എല്ലാം ഇങ്ങനെ തന്നെയല്ലേ നമ്മളെല്ലാവരും ചെയ്യാറ്. അതേപോലെ തന്നെ അതിലേക്ക് കുറച്ച് വേഗം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കൂന്തലും ചെമ്മീനൊന്നും അതിനത്രയും വേവൊന്നുമില്ല കേട്ടോ. ചിലർ പറയുന്ന പണ്ടൊക്കെ നല്ല വേവുണ്ട്, പക്ഷെ വേഗം ആയി കിട്ടും ചെമ്മീനായാലും കൂന്തലായാലും ഒക്കെ. പിന്നെ ഉള്ളിയിട്ടതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് എന്താണെന്നറിയാം ഇത്രയും കുറേ ഇട്ടത്. ഞങ്ങൾക്ക് കുറച്ച് എരിവ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കുറവുള്ളവർക്ക് കുറയ്ക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്താലേ ഉള്ളൂ വേഗം വയറ്റി കിട്ടുള്ളൂ വലിയ ഉള്ളി. പിന്നെ അതിന് ശേഷം ഞാൻ അതിലേക്ക് തക്കാളിയാണ് ഇട്ടത്. തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില മാറ്റി വെച്ചിട്ടുമുണ്ട്, അതായി കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അതെല്ലാം കൂടെ കൂട്ടി നല്ലോണം വഴറ്റണം. എന്തിനാണെങ്കിലും ഈ കൂന്തലിന് നല്ലോണം വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ കൂന്തൽ പിന്നെ വേഗം അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വേഗം വെന്ത് കിട്ടും. ഈ വഴറ്റാനാണ് പണിയുള്ളത്. പിന്നെ മുളക് പൊടി ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് എരിവ് കൂടുതലാണെന്ന്. അപ്പം നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ അതിന് മാത്രമുള്ള ഇട്ടാൽ മതി. പിന്നെ മഞ്ഞളിട്ട്, പിന്നെ അതിന് ശേഷം ഇടുന്ന മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ജീരകപ്പൊടി ഇട്ടുണ്ട്. ജീരകപ്പൊടി വലിയ ജീരകം ഞാൻ പൊടിച്ച് വെച്ചതായിരുന്നു. അതുകൊണ്ട് ഈ പൊടിച്ച് വെച്ചതില്ലെങ്കിൽ ഇടുന്ന സമയത്ത് ഇട്ടാൽ മതി കേട്ടോ. ഈ ജീരകം അങ്ങനെ തന്നെ ഇട്ടാൽ മതി, എന്നാലും നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ജീരകത്തിൻ്റെ കടി കിട്ടുന്നത് നല്ല രസമായിരിക്കും. അപ്പം ഞാൻ പൊടിച്ചത് കൊണ്ടാണ് അത് ഇട്ടത്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇട്ടതിന് ശേഷം നല്ലോണം ആയതിന് ശേഷമാണ് ഞാൻ ഈ കൂന്തളയിലേക്ക് ഇട്ടത്. ഇതെന്താണെന്നറിയോ, ഇതിങ്ങനെ ഇളക്കി കളിക്കുന്നത് ഞാനാണ്. ഈ വീഡിയോ എടുക്കുന്നതും ഞാൻ തന്നെയാണ്, ഇത് ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. അപ്പം അതിൻ്റെ മിസ്റ്റേക്കുകൾ അതിൽ കാണാനുമുണ്ട് അല്ലേ. അപ്പം എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഉള്ളിയിലത്തെയും കൂന്തലിൻ്റെയും വെള്ളം വന്നിട്ട് ഇങ്ങനെ വന്നതാണേ. അപ്പം നമ്മളെ കൂന്തലായി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.